ഗുരുവായൂരപ്പൻ്റെ ശംഖാഭിഷേകത്തോടു കൂടിയുള്ള നീരാട്ട് കഴിഞ്ഞാൽ പിന്നെ മലർനിവേദ്യമാണ്. ധാരാളം കദളിപ്പഴവും നാളികേരപ്പൂളും ശർക്കരയും ത്രിമധുരവും വെണ്ണയുമെല്ലാം ഗുരുവായൂരപ്പന് നിവേദ്യമായിട്ട് സമർപ്പിക്കും. അതിനുശേഷം അലങ്കാരമാണ്. അലങ്കാരം നല്ല ശുദ്ധമായ ചന്ദനം കൊണ്ട് മുഖം ചാർത്തി, പട്ടുകോണം ഉടുപ്പിച്ച്, തിലകം ധാരാളം ചാർത്തി, തിരുമുടിമാല ചാർത്തി, നല്ല താമരമാല അണിഞ്ഞ് കയ്യിൽ ഓടക്കുഴലും വെച്ച് ഗുരുവായൂരപ്പനെ അങ്ങനെ അലങ്കരിക്കും. ഇതെല്ലാം നടയടച്ചു കൊണ്ടാണ് ചെയ്യുന്നത്. 4 മണിയോടെ അലങ്കാരങ്ങളെല്ലാം കഴിഞ്ഞ് നട തുറക്കും. നട തുറക്കുമ്പോൾ ഭഗവാന്റെ ഒരു ചൈതന്യം കാണാൻ എന്തൊരു രസമാണ്. വളരെ ആനന്ദകരമായ ആ കാഴ്ച കാണാൻ എല്ലാ ഭക്തജനങ്ങൾക്കും നിർവൃതി അടയാനായിട്ട് സാധിക്കും. ഗുരുവായൂരപ്പ കൃപാനിധേയ മലർ നിവേദ്യം കൈക്കൊള്ളേണമേ. കദളി ശർക്കര തേങ്ങാപ്പൂളുകൾ ചേർന്നു വെണ്ണ നിറഞ്ഞ ഭക്തി സമർപ്പണം. ദീപപ്രഭയിൽ തിരുസന്നിധിയിൽ നമ്പൂതിരിമാർ സേവ ചെയ്തു നിൽക്കും. നിശബ്ദ ഭക്തിയിൽ നിറഞ്ഞ നേരം ഗുരുവായൂരപ്പ അനുഗ്രഹമേകേണമേ. മലർനിവേദ്യം സമർപ്പിക്കുമ്പോൾ കദളിപ്പഴവും ശർക്കരയും തേങ്ങാപ്പൂളുകളും വെണ്ണയും ചേർന്ന് ഭക്തഹൃദയം വിങ്ങി നിൽക്കും. ഉരുളികളിൽ നിറഞ്ഞ സമർപ്പണം അളവറ്റ ഭക്തിയുടെ നൈവേദ്യം ഗുരുവായൂരപ്പ കണി കാണുമ്പോൾ കണ്ണുകൾ നിറയും ആനന്ദത്തിൽ. അടഞ്ഞ തിരുവാതിൽക്കപ്പുറം അറിയാതെ നടക്കുന്ന പൂജാവേള ദീപനാളങ്ങൾ സാക്ഷിയായി ദൈവസാന്നിധ്യം നിറഞ്ഞു നിൽക്കും. മൗനത്തിനുള്ളിൽ മന്ത്രധ്വനി ഓം നമോ ഭഗവതേ വാസുദേവായ. ധൂപഗന്ധം പരന്ന നേരം ഹൃദയം കൃഷ്ണമയമാകുന്നു. തിരുവാതിൽ വീണ്ടും തുറന്നപ്പോൾ മൃദുലപ്രഭയിൽ കൃഷ്ണദർശനം. ലഘുപുഷ്പവും ലാളിത ഭാവവും അലങ്കാരം മെല്ലെ ആരംഭിക്കും. തുളസിമാലയുടെ സൗരഭ്യത്തിൽ ഭക്തജനങ്ങൾ ലയിച്ചു നിൽക്കും. ഗുരുവായൂരപ്പ കണി കണ്ട ജന്മം ധന്യമാകുന്നുവേ. ആയിരം ദീപങ്ങൾ തെളിയ
ഭക്തർ കൈകൂപ്പി നിൽക്കുന്ന നേരം കൃഷ്ണനാമം മുഴങ്ങിടുന്നു. ഗുരുവായൂരപ്പ ദയാനിധേ എന്നുമെൻ ഹൃദയം വാഴണമേ. മലർനിവേദ്യവും അലങ്കാരവും ഭക്തിയുടെ ശാശ്വത സമർപ്പണം.